الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ, വിധിവിലക്കുകൾ, കൽപ്പനകൾ ജീവിതത്തിന്റെ നിഖില സമസ്ത മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്, ഗൗരവവും വസിയത്ത് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നല്ല അടിമകളായി ജീവിക്കാനും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുധാവനം ചെയ്യാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഇവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ പണിക്കാരനാവട്ടെ, പണക്കാരനാവട്ടെ, ദരിദ്രനാവട്ടെ, അല്ലെങ്കിൽ ധനികനാവട്ടെ, വലിയവനാവട്ടെ, ചെറിയവനാവട്ടെ, വിദ്യാർത്ഥിയാകട്ടെ അല്ലെങ്കിൽ അധ്യാപകനാകട്ടെ, ഏത് മേഖലയിൽ സമൂഹത്തിൽ നിലകൊള്ളുന്നവനായാലും ഈ ദുനിയാവിൽ എങ്ങനെ ജീവിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് വിഷയത്തിലും ഒരു മുസ്ലിമിന്റെ മാനദണ്ഡം വിശുദ്ധ ഖുർആനും സുന്നത്തും. നമ്മുടെ സമുദായത്തിലെ വിശിഷ്യ മുസ്ലിം ഉമ്മത്തിലെ ഏറ്റവും വലിയൊരു ജീർണതയുടെ മേഖലയായി വിവാഹരംഗവും വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള സമൂഹത്തിന് മുമ്പിൽ, സമുദായങ്ങൾക്ക് മുമ്പിൽ ആഭാസന്മാരായി നമ്മുടെ ഉമ്മത്തിലെ ചെറുപ്പക്കാരും ആളുകളും മാറുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഈ രംഗത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. വിവാഹ ദൂർത്തിനെതിരെ അല്ലെങ്കിൽ വിവാഹ രംഗത്തുള്ള അനാചാരങ്ങൾക്കെതിരെയൊക്കെ ഇവിടെയുള്ള ഒരുപാട് സംഘടനകൾ
ഒരുപാട് ക്യാമ്പയിനുകൾ നടത്തി, ഉമ്മത്തിനെ ഒരുപാട് ബോധവൽക്കരിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്താണെന്നറിയില്ല, വിവാഹ രംഗത്ത് ഇന്നും മുസ്ലിം ഉമ്മത്ത് ഇസ്ലാമികമായ മാനദണ്ഡം പുലർത്താതെ അനാചാരങ്ങളുടെയും ആർഭാടങ്ങളുടെയും തോന്നിവാസങ്ങളുടെയും തലങ്ങളിലാണ്. എങ്ങനെയാണ് ഇത് പരിഹരിക്കുക? മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയ സഹാബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലെ ഗവർണറായി നിയമിക്കുകയാണ്. യമനിലേക്ക് മുആദ് റളിയല്ലാഹു അൻഹുവിനെ അയക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്തേക്ക് വിളിച്ചു, യാ മുആദ്. എന്നിട്ട് റസൂലുള്ളാഹി നൽകുന്ന ഒരു ഉപദേശമുണ്ട്. ലമ്മ ബഅസ ഫീ ഇലാ ലിഅൽ യമൻ ഖാല ലഹു ഇയ്യാക വതനഅമ. മുആദേ, നീ യമനിലേക്ക് പോകുമ്പോൾ സുഖലോലുപതയെ നീ സൂക്ഷിക്കണം. കാരണം എന്താണെന്നോ? എന്നിട്ട് റസൂൽ അതിന്റെ കാരണം പറയുകയാണ്, ഫഇന്ന ഇബാദല്ലാഹി യസൂം. അല്ലാഹുവിന്റെ ദാസന്മാർ, അടിമകൾ, അവർ സുഖലോലുപന്മാരായി ജീവിക്കുന്നവരാവില്ല. നോക്കൂ, നല്ല സാമ്പത്തിക ശേഷിയുള്ള രാജ്യമായിരുന്നു അന്ന് യമൻ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവിത സാഹചര്യങ്ങളിൽ മുഴുകി മുആദേ, നിന്റെ ലക്ഷ്യം മറന്നുകൊണ്ട് നീ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. വലിയ ഉപദേശം. മുആദ് റളിയല്ലാഹു അൻഹു പ്രമുഖനായ സഹാബിയാണ്. പ്രവാചകൻ പറയുന്നത് അങ്ങനെ തന്നെ അനുസരിക്കുന്ന സഹാബിയാണ്. എന്നിട്ട് എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉപദേശം നൽകുന്നത്? മനുഷ്യന്മാർക്ക് അത് നിർബന്ധമാണ്. ബോധ്യപ്പെടുത്തലും പറഞ്ഞു കൊടുക്കലും ഓർമ്മപ്പെടുത്തലും മനുഷ്യർക്ക്, സമുദായത്തിന് നിർബന്ധമാണ്. എല്ലാം തികഞ്ഞവരൊന്നുമല്ല നമ്മൾ അങ്ങനെ ധരിച്ചു പോകാറുണ്ട് പല കാര്യത്തിലും. ഇനി ഞങ്ങളാരും ഉപദേശിക്കേണ്ട. പലപ്പോഴും പല രംഗത്തുമുള്ള ജീർണതകൾക്കെതിരെ സംസാരിക്കുമ്പം ഉസ്താദുമാരോട്, മൗലവിമാരോട്, ഖത്തീബുമാരോടൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? എന്നിട്ട് ആളുകൾ മാറുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറഞ്ഞതുവരെ വഅൻത മുദക്കിർ, നിങ്ങൾ ആരാണ്? നിങ്ങൾ ഉപദേശകൻ മാത്രമാണ്. ആളുകളെ മാറ്റുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയിൽപ്പെട്ടതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്. ആ ദൗത്യമാണ് ഇന്ന് പണ്ഡിത ലോകം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്, ഉലമാക്കൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മുസ്ലിം ഉമ്മത്തിന് നിരന്തരമായി ഉപദേശ നിർദ്ദേശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. വിവാഹരംഗം മാത്രമല്ല, സകല മേഖലകളിലും ധൂർത്തിന്റെ പൊങ്ങച്ചത്തിന്റെ കേന്ദ്രങ്ങളായി, അല്ലെങ്കിൽ മരണ വീടുകൾ വരെ അവിടെയും തന്റെ തൻപോരിമ കാണിക്കുന്ന രംഗങ്ങളായി നമ്മുടെ മുസ്ലിം സമുദായത്തിലെ മരിച്ച വീടുകൾ വരെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗത്തെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ. ഇഖ്വാൻ എന്ന് പറഞ്ഞ സഹോദരന്മാർ. നമ്മളൊക്കെ പരസ്പരം ഇഖ്വത്തുകളാണ്. ലോകത്തുള്ള മുസ്ലിമീങ്ങൾ എല്ലാവരും ഇഖ്വത്തുകളാണ്. അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താന്റെ ഇഖ്വത്തുകളെ കുറിച്ചാണ് പരിചയപ്പെടുന്നത്. ആരാ ശൈത്താൻ? ഇബ്ലീസ് ലഅനത്തുല്ലാഹ് എന്നും നമ്മൾ പറയുന്നു. ആ ശൈത്താന്റെ കൂട്ടുകാർ, സഹോദരങ്ങൾ അല്ലാഹു പറയുന്ന ആരാണ്? ഇന്നൽ മുബദ്ദിരീന. മുബദ്ദിരീങ്ങളാണ്. ആരാ മുബദ്ദിരീങ്ങൾ? അവർ ദുർവ്യയം ചെയ്യുന്ന ആളുകളാണ്. 1 ചെലവഴിക്കേണ്ടടുത്ത് 10 ചെലവഴിക്കുന്നവർ, 100 ചെലവഴിക്കേണ്ടടുത്ത് 1000 ചെലവഴിക്കുന്നവർ, 1000 രൂപയുടെ ആവശ്യം നിർവഹിക്കേണ്ടടുത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് ഞാൻ ഈ നാട്ടിലെ അത്യാവശ്യം ഉള്ളവനാണെന്ന് കാണിക്കുന്നവൻ, അവനെ കുറിച്ചാണ് പറഞ്ഞത് മുബദ്ദിരീൻ എന്ന്. ആ മുബദ്ദിരീൻ അവൻ ആരുടെ കൂട്ടുകാരനാണ്? ശൈത്താന്റെ കൂട്ടുകാരാണ്, പിശാചികളുടെ സഹോദരങ്ങളാണ്. വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറ. അവൻ അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവനാണ്. അപ്പൊ പിശാചിന്റെ കൂട്ടുകാരായി മാറുന്നവരാണ് ധൂർത്തടിക്കുന്ന ആളുകൾ കരുതുന്നത്. എന്നെ കുറിച്ച് ആളുകൾ, ഞാൻ ഒരു വലിയ ആവശ്യം കഴിച്ചെന്ന് പറയും. എന്റെ മകളുടെ വിവാഹം വിദ്യാപള്ളിയിലെ ഏറ്റവും വലിയ വിവാഹമായിരുന്നു എന്ന് പറയും. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തതാണെന്ന് പറയും. ഒരുപാട് വിഭവങ്ങൾ വെച്ചോളം വീണെന്ന് പറയും. ആളുകളൊക്കെ പറയും. അതും പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഇറങ്ങിപ്പോകും. പക്ഷെ അല്ലാഹു പറയുന്നു, ആ സംസാരങ്ങൾ പോലും വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറ, നിഷേധിയായ ചെകുത്താന്റെ സഹോദരങ്ങളുടെ സംസാരമാണെന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ആവശ്യങ്ങൾ പലപ്പോഴും പല രക്ഷിതാക്കളും, മുതിർന്നവർ, പ്രത്യേകിച്ച് പുരുഷന്മാർ, ഭർത്താക്കന്മാർ കൈമലക്കാറുണ്ട് ഈ രംഗങ്ങളിൽ. വാപ്പമാരൊക്കെ ഞങ്ങൾക്ക് അതിനൊരു റോളുമില്ല,
മക്കള് തീരുമാനിക്കുന്നതാണ്, പേരക്കുട്ടികളുടെ തീരുമാനമാണ്, ഭാര്യയുടെ തീരുമാനമാണെന്ന് പറയും. എന്തുകൊണ്ട് ആ രംഗത്ത് മാത്രം നമ്മളുടെ തീരുമാനം വരാതെ പോകുന്നു? കൃത്യമായി നമ്മുടെ വീട്ടിലൊരാവശ്യം നടക്കുമ്പോൾ രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നല്ല ഉത്തരവാദിത്വം നമുക്കുണ്ട്, മസൂലിയത്തുണ്ട്. അള്ളാഹുവിന്റെ അടുത്ത് ആ കാര്യത്തിൽ നിസ്കാരം നോമ്പ് മാത്രമല്ല അള്ളാഹ് ചോദിക്കുക. അങ്ങനെയുണ്ട് ചില ആളുകളുടെ ധാരണ, നിസ്കരിച്ചിക്കോ നോമ്പ് നോക്കിക്കോ. അല്ല, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോ ആവശ്യങ്ങളെ കുറിച്ചും അതിന് ചെലവഴിച്ച ഓരോ തുകയെ കുറിച്ചും ആ വീട്ടിൽ നടന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മസൂലിയത്ത് ഉത്തരവാദിത്വം പറയേണ്ടി വരും. ആ ഉത്തരവാദിത്വം പറയേണ്ട ആളുകളാണ്. അതുകൊണ്ട് പിശാചിന്റെ സന്തതികളായി സഹോദരങ്ങളെ നമ്മൾ മാറാൻ പാടില്ല. അങ്ങനെ മാറുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ ലഅനത്തുണ്ടാവുമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കെന്താണ് ഉത്തരവാദിത്വം? നമ്മുടെ ഉത്തരവാദിത്വം കുടുംബബന്ധം ചേർക്കുക എന്നുള്ള ഉത്തരവാദിത്വം. എത്ര ആളുകളാണ് കുടുംബബന്ധം മുറിച്ചവർ? ആയിരക്കണക്കിന് ആളുകളെ വിളിച്ച് കല്യാണം കഴിക്കുന്നവർ പോലും അവരുടെ ഏറ്റവും ബന്ധപ്പെട്ട ആളുകളെ വിളിക്കാതെ അവരുടെ കല്യാണങ്ങൾ നടത്താറുണ്ട്, നിക്കാഹുകൾ നടത്താറുണ്ട്. ഏറ്റവും അടുത്ത രക്തബന്ധത്തിൽപ്പെട്ട ആളുകൾ വരെ വിളിക്കാതെ ഒരുപാട് ആളുകളെ സംഘടിപ്പിച്ച് ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ആളുകളുണ്ട്. ഇവിടെയാണ് അല്ലാഹു പറഞ്ഞത് കുടുംബബന്ധം, അവരുടെ അവകാശം നീ കൊടുക്കുക. അഗതികൾക്ക് വഴിപോക്കർക്ക് നീ നൽകണം, അത് ഉത്തരവാദിത്തമാണ്. അതുപോലെ നീ ഇതൊക്കെ നൽകുമ്പോഴും നിന്റെ ജീവിതത്തിൽ ധൂർത്ത് വരാൻ പാടില്ല, പൊങ്ങച്ചം വരാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. ഇപ്പൊ നോക്കൂ, 4 ദിവസത്തെ കാര്യങ്ങളായി ആഘോഷമായി മാറി. മുസ്ലിം സമുദായത്തിന് 2 ആഘോഷമേ ഉള്ളൂ, ഒന്ന് വലിയ പെരുന്നാളും ഒന്ന് ചെറിയ പെരുന്നാളും, ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്റും. എന്നാൽ കല്യാണ ആഘോഷങ്ങളാണ് നടക്കുന്നത്. കല്യാണ ആഘോഷങ്ങളാണ് പലപ്പോഴും മുസ്ലിം ഉമ്മത്തിൽ നടക്കുന്നത്. ആദ്യത്തെ ദിവസം കൂട്ടുകാരെ വിളിക്കുന്നു, രണ്ടാമത്തെ ദിവസം വേറൊരു കുടുംബത്തിലെ വേറെ കുറച്ച് ആളുകൾ വിളിക്കുന്നു, മൂന്നാമത്തെ ദിവസം നാട്ടുകാർക്ക്, നാലാമത്തെ ദിവസം കൂടെ ഒരുമിച്ച് ബിസിനസ് നടത്തുന്ന ആളുകൾക്ക്, പാട്ടന്മാർക്ക്. ഇങ്ങനെ ഈ രൂപത്തിലേക്ക് കല്യാണ വീടുകളും കല്യാണത്തിന്റെ ചടങ്ങുകളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഭക്ഷണം, വസ്ത്രം, എല്ലാ രംഗങ്ങളിലും നമ്മൾ ധൂർത്തന്മാരായി പൊങ്ങച്ചക്കാരായി മാറുന്നു എന്നുള്ളത് സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ കൃത്യമായി ചിലവ് ചുരുക്കി അല്ലാഹുവിനെ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ വിവാഹരംഗം മാറ്റേണ്ട ഉത്തരവാദിത്വം അത് മഹലിന്റെ ഈ പള്ളിന്റെ പുറത്തൊരു ഫ്ലക്സ് അടിച്ച് വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ കുടുംബത്തിൽ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാകുമ്പോൾ വിമർശിച്ചതൊന്നും കാര്യമില്ല. നമ്മുടെ കുടുംബത്തിൽ ഒരു ആവശ്യം നടക്കുമ്പോൾ അത് എങ്ങനെയാണെന്ന് നമ്മൾ അത് കഴിച്ച് നമ്മൾ കാണിച്ചു കൊടുക്കണം. അങ്ങനെയുള്ളവരോടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. ചെലവ് ചെയ്യുകയാണെങ്കിൽ എത്ര മനോഹരമായിട്ടാണ് നമ്മൾ പറയുന്നത്. കയ്യിലുള്ള സമ്പത്ത് ചെലവാക്കുകയാണെങ്കിൽ അവർ അമിത വ്യയം ചെയ്യാത്തവരാണ്. ആരുടെ ലക്ഷണം പറഞ്ഞത്? പ്രവാചകന്മാരുടെ ലക്ഷണമാണോ? ഖുലഫാഉ റാഷിദുകളുടെ ലക്ഷണമാണോ? സ്വഹാബികളുടെ ലക്ഷണമാണോ? ഈ ജുമുഅയ്ക്ക് പങ്കെടുത്ത എന്റെയും നിങ്ങളുടെയും ലക്ഷണം, ഈ ലക്ഷണമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ മുഅ്മിനീങ്ങളാണ്. അവർ ചെലവഴിക്കുമ്പോൾ വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. സൂറത്തുൽ ഫുർഖാൻ 67-ാമത്തെ ആയത്ത്. ചെലവ് ചെയ്യുമ്പോൾ ഒരു കാര്യത്തിലും നമ്മൾ ധാരാളിത്തം പാടില്ല. ചില ആളുകൾ പറയാ ഒറ്റ മകളല്ലേ, ഒറ്റ മകനല്ലേ. ആരാ ഇത് പറഞ്ഞത്? ഒരു മകന്റെ ധൂർത്തടിച്ച് വിവാഹം നടത്താൻ ആരാ പറഞ്ഞത്? ഒരു മകളുടേത് ധൂർത്തടിച്ച് പൊങ്ങച്ചം കാണിച്ച് നടത്തുമെന്ന് ആരാ പറഞ്ഞത്? അങ്ങനെ പറയുന്ന ആൾ ന്യായീകരണമാണ്. ഒറ്റ കുട്ടിയാണ്, ഒറ്റ മകനാണ്, ആറ്റുനോറ്റുണ്ടായതാണ്, എന്റെ ജീവിതാഭിലാഷമാണ്, ആഗ്രഹമാണ്. പക്ഷേ അത് അങ്ങനെ ധൂർത്തായി പൊങ്ങച്ചത്തോടു കൂടി നടത്തുമ്പം വല്ലദീന ഇദാ അൻഫഖൂ എന്ന് ഖുർആൻ പറഞ്ഞ് ആ ഒരു അതിർത്തിയിൽ നിന്ന് പുറകോട്ട് പോകും, പുറത്താകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അങ്ങനെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ സഹോദരന്മാരെ നമുക്ക് നടത്താം, ഭക്ഷണം കൊടുക്കാം. അതിലൊന്നും ഇസ്ലാം വിലക്കുന്നില്ല. ഭക്ഷണം കൊടുക്കുന്നതിനോ ആളുകളെ ക്ഷണിക്കുന്നതിനോ ഒന്നുമില്ല. പക്ഷെ ആ നടത്തുമ്പോൾ നമുക്ക് തന്നെ തോന്നാറുള്ളത്, എന്നിട്ട് അതിന്റെ പേരിൽ ലോൺ എടുക്കുന്നവർ, കടക്കണിയിലാവുന്നവർ, അല്ലെ? പലപ്പോഴും ഒരാവശ്യം, അന്ന് ആ ദിവസം വരെയുള്ള സന്തോഷം
കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉണ്ടാവില്ല. കാരണം അന്ന് വരെ കാണിച്ചത് പൊങ്ങച്ചും ദൂർത്തും ആർഭാടവുമായിരിക്കും. നാട്ടുകാരൊക്കെ നല്ല സർട്ടിഫിക്കറ്റ് തന്നു പോകും. പക്ഷെ പിറ്റേ ദിവസം മുതൽ പലിശക്കടക്കാരനായും സാമ്പത്തികമായി തീരെ അച്ചടക്കമില്ലാത്ത ഒരുപാട് കടബാധിതനായി നമ്മുടെ രക്ഷിതാക്കൾ മാറുന്നു. ഇത് കണ്ട് അത്യാവശ്യം സാമ്പത്തികമുള്ളവൻ ഒരു ആവശ്യം കഴിക്കുമ്പോൾ അത് കണ്ട് നാട്ടിലെ സാധാരണക്കാരനും അതിന്റെ പിറകെ എന്നിട്ട് അവനും ലക്ഷങ്ങൾ കടം വാങ്ങിച്ചിട്ട് അങ്ങനെ നടത്തുന്ന രൂപത്തിലേക്ക് വരുന്നു. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന ആളുകൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ആതാകും മൻ തർളൗന ദീന വഖുലുഖഹു വസബ്ബിജഹു. നിങ്ങൾ ആർക്കാണ് നിങ്ങളുടെ മക്കളെ വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്? പെൺമക്കളുണ്ടെങ്കിൽ ഏത് യുവാവിനാണ് വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്? ഇനി മകനുണ്ടെങ്കിൽ ഏത് പെൺകുട്ടികളെയാണ് ആ മകനെ കൊണ്ട് ഇണയായി സ്വീകരിക്കേണ്ടത്? റസൂലുള്ള പറയാണ്, സ്വഭാവത്തിന്റെയും മതനിഷ്ഠയുടെയും കാര്യത്തിൽ നിങ്ങളുടെ തൃപ്തിപ്പെടുന്ന ആരെങ്കിലും വിവാഹ ആലോചനയുമായി നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസബ്ബിജഹു, നിങ്ങൾ അവർക്ക് വിവാഹം ചെയ്ത് കൊടുക്കണം. നമ്മൾ കൊടുക്കുവോ? നല്ല സ്വഭാവമാണ്, നല്ല ദീനിയാണ്, സാമ്പത്തികം അല്പം കുറവാണ്. നമ്മൾ എന്തിനാണ് മുൻതൂക്കം കൊടുക്കുക? നമ്മൾ തന്നെ ആലോചിക്കുക, എന്തിനാണ് മുൻതൂക്കം കൊടുക്കുക? റസൂലുള്ള പറയാണ്, ഇനി നിങ്ങൾ അങ്ങനെ അത് ചെയ്യാൻ രക്ഷിതാക്കളോട് പറയാൻ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഖൈറുണ്ടാവും. റസൂൽ വന്നിട്ട് വിശദീകരിക്കുന്നു, നിങ്ങളുടെ കൈകളിൽ മണ്ണ് പുരണ്ടാൽ പോലും. എന്താ മണ്ണ് പുരള് എന്ന് പറഞ്ഞാൽ കർഷകർക്ക് കൃഷിക്കാർക്കൊക്കെ വേഗം മനസ്സിലാവുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു കൊടുക്കുകയാണ്. മണ്ണ് പുരള് എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുക. അതിന്റെ പേരിൽ അല്പം കഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടാലും പ്രയാസപ്പെട്ടാലും നിങ്ങളുടെ മകൾക്ക്, നിങ്ങളുടെ മകന് ഒരു ദീനിയായ മതനിഷ്ഠയുള്ള ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ വരുമ്പോ അത്ര ദീനൊന്നും വേണ്ട, അത്ര തീവ്രതയൊന്നും വേണ്ട, ഒരു കാനേശുമാരി, ഒരു ശരാശരി ദീന് മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരു പെൺകുട്ടി കഴിഞ്ഞ മാസം ഒരു ചെറുപ്പക്കാരനെ ഇന്റർവ്യൂ ചെയ്തു. അവൻ വലിയ രൂപത്തിൽ കാണാൻ നല്ല വിദ്യാഭ്യാസമുള്ളവനാണ്, തറവാടുകാരനാണ്, വലിയ അറിയപ്പെടുന്ന ഒരു വാപ്പയുടെ മകനാണ്. ആ പെൺകുട്ടി ചോദിച്ചു, എനിക്കൊരൊറ്റ ഡിമാൻഡേ ഉള്ളൂ, നിങ്ങൾ 5 നേരം നിസ്കരിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ വളർന്നു വരുന്ന പെൺകുട്ടികൾ നമ്മുടെ സമുദായത്തിലുണ്ട്. ചെറുപ്പക്കാരൻ സത്യസന്ധമായിട്ട് പറഞ്ഞു, 5 നേരമൊന്നും കൃത്യമായിട്ടൊന്നും നിസ്കരിക്കാറില്ല, വെള്ളിയാഴ്ചയൊക്കെ പള്ളിയിൽ പോകും. അപ്പൊ കാണുന്നവർക്ക് ഞാനൊരു സമുദായത്തിൽ ഒരാളാണെന്ന് തോന്നുന്ന രൂപത്തിലുള്ള ഇബാദത്തുകളൊക്കെ എനിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഈ പെൺകുട്ടി തിരിച്ച ചെറുപ്പക്കാരനോട് പറഞ്ഞത്, എനിക്ക് ആവശ്യം 5 നേരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവനെ ഒരു ഇണയായി തിരഞ്ഞെടുക്കാനാണ് എനിക്ക് ആവശ്യം. അതാണ് എന്റെ ഒന്നാമത്തെ കണ്ടീഷൻ. അൽഹംദുലില്ലാഹ് 2 ആഴ്ച മുമ്പ് ആ പെൺകുട്ടിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ തന്നെ ഇണയാക്കി കിട്ടി. അല്ലാഹു ആ മക്കളുടെ ജീവിതം ഹൈറാക്കി തീർക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അങ്ങനെയുള്ള മക്കൾ വളർന്നു വരുന്നുണ്ട്. കുട്ടികളെല്ലാം കുറ്റപ്പെടുത്തുകയൊന്നും വേണ്ട, മക്കൾക്ക് കാഴ്ചപ്പാടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ ദീനിന്റെ വിഷയത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. ഇല്ലെങ്കിലോ ഇല്ലാ തഖഅലു അതകുൻ ഫിത്നതു ഫിൽ അർദ്, ഭൂമിയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാവും, ഫിത്നകൾ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി കോർട്ടിൽ അഡ്വക്കേറ്റ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മുസ്ലിം ഉമ്മത്തിലെ വളരെ ആർഭാടത്തോടു കൂടി നിക്കാഹും കല്യാണങ്ങളൊക്കെ കഴിക്കുന്ന വലിയ കല്യാണമാണെന്ന് പറയുന്ന കല്യാണങ്ങൾ കഴിഞ്ഞിട്ടുള്ള എത്രയോ പുതിയ ആളുകൾ, ഇണകൾ അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർ ഫാമിലി കോർട്ട്, കുടുംബ കോടതിയിൽ കയറി ഇറങ്ങുകയാണ് വിവാഹമോചനത്തിന് വേണ്ടി. കാരണം വിവാഹത്തിലേക്ക് കടന്നപ്പോഴാണ് അവർക്ക് യഥാർത്ഥ ജീവിതത്തെ പറ്റി അവർ മനസ്സിലാക്കുന്നത്. അതുവരെയുള്ള അവരുടെ കാഴ്ചപ്പാട് പോലെയല്ല ജീവിതം. അപ്പൊ എത്രയോ മുസ്ലിം സമുദായത്തിലെ നമ്മൾ വലിയ കൊട്ടിഘോഷിക്കുന്ന വിവാഹങ്ങളിൽ പോലും ദീന് മാനദണ്ഡമല്ല. അവിടെ മന്തി കൊടുക്കണോ, കുഴിമന്തി കൊടുക്കണോ, ഏത് രൂപത്തിലുള്ള ഭക്ഷണം കൊടുക്കണോ, അതിന്റെ മെനു തയ്യാറാക്കുന്നതിനിടയിൽ മുസ്ലിം ഉമ്മത്തിനോട് മറന്നുപോയ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഉമ്മത്ത് മറന്നുപോയി, ദീനിന്റെ വിഷയം മറന്നുപോയി. റസൂലുള്ള 4 കാര്യങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവസാന ഫദ്ദീൻ എന്ന് പറഞ്ഞ് ചില ആളുകൾ പറയും, സൗന്ദര്യം നോക്കി കല്യാണം കഴിക്കും, തറവാട് നോക്കി കഴിക്കും, സമ്പത്ത് നോക്കി കഴിക്കും. അതിൽ അല്ലാഹുവിന്റെ റസൂൽ ദീനും പറഞ്ഞു. അങ്ങനെയല്ല. മുസ്ലിം ഉമ്മത്തിൽ, എന്റെ ഉമ്മത്തിൽ, സമുദായത്തിൽ ആളുകൾ വിവാഹത്തിന്റെ പിറകെ പോകുമ്പോ 4 കാര്യങ്ങൾ അവർ നോക്കാറുണ്ട് എന്നാണ് റസൂൽ പറഞ്ഞത്. അല്ലാണ്ട് 4 കാര്യത്തിന് വേണ്ടി കല്യാണം കഴിക്കുന്നല്ല. 4 കാര്യങ്ങൾ അവർ മാനദണ്ഡമാക്കും. നിങ്ങൾ അതിൽ മാനദണ്ഡമാക്കേണ്ടത് ദീനുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ബാക്കിയെല്ലാം ദീന് കൊണ്ട് അഡ്ജസ്റ്റ് ആവും. ദീനില്ലാതെ നിങ്ങൾ ഏത് തരത്തിൽ എന്ത് അളവ് പോലെ വെച്ച്
ഏത് സ്റ്റേജിൽ വെച്ച് മുസ്ലിം സമുദായത്തിൽ ഒരു ചെറുപ്പക്കാരനെയും ഒരു യുവതിയെയും നിങ്ങൾ അളന്നു നോക്കൂ. ദീനില്ലെങ്കിൽ വാട്ടപൂജ്യമാണ്. വേറെന്തുണ്ടായിട്ട് കാര്യം? ഇനി ദീനുണ്ടോ? സാമ്പത്തിക അല്പം കുറഞ്ഞാലും വീടല്പം ചെറുതായാലും അവൻ ഓടിക്കുന്ന വാഹനം 90 മോഡലായാലും അവൻ ഒരു വലിയ ഫാഷനൊന്നും ഇല്ലാതെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറുണ്ടാവും. എന്താ ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്ന ചർച്ച? 24 മണിക്കൂറായിട്ട് നമ്മുടെ സമൂഹത്തിൽ ചാനലുകളും എല്ലാത്തിലും നടക്കുന്ന ഫേസ്ബുക്കുകളിലും യൂട്യൂബുകളിലും സോഷ്യൽ മീഡിയയിലും സൈബർ ഇടങ്ങളിലും നടക്കുന്നത് ശുദ്ധ വ്യഭിചാരത്തെ കുറിച്ചുള്ള ചർച്ചകളാണ്. എല്ലാവരും അതിന്റെ പുറകിലാണ്. എല്ലാവരും അതിന് കമന്റ് ചെയ്യും, പ്രതിരോധിക്കുകയും ചെയ്യാണ്. അതിന് വരുമ്പരായികളെ പറ്റിയല്ല നമ്മുടെ ചർച്ച. റസൂലുള്ളാഹി പറഞ്ഞു, ഈ ഉമ്മത്തിന്റെ ഈ സമുദായത്തിന്റെ അല്ലെങ്കിൽ ലോകം നശിക്കുന്നതിന് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളെ കുറിച്ച് സമൂഹം ചർച്ച ചെയ്യും. മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാവരും സിനയെ കുറിച്ച്, വ്യഭിചാരത്തെ കുറിച്ച്, കള്ളിനെ കുറിച്ച്. ഇത് തന്നെയാണ് ചർച്ച. ഒരു ചർച്ച ഇനി 2 ദിവസം കഴിഞ്ഞ് വേറെ ചർച്ച മാറും. അതും ഹറാമായ വിഷയങ്ങൾക്ക് സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് ഒരു ഖതീബ് എന്നുള്ള നിലയ്ക്ക് വളരെ ഗൗരവത്തിൽ സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വൃത്തികെട്ട ചർച്ചകളുടെ പിറകിൽ നമ്മൾ പോകരുത്. 1 മിനിറ്റ് കൊണ്ട് സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന് ചൊല്ലിയാലുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളെ അത് സമുദ്രത്തിലുള്ള നുരകളുടെ അത്രയുണ്ടെങ്കിലും അല്ലാഹു പുറത്ത് എന്നുള്ള ബോധ്യത്തോടു കൂടി അതിന്റെ പിറകിലൊക്കെ പോകണം. നമ്മൾ വെറുതെ ഇതിന്റെ പിറകിൽ ലൈക്ക് അടിച്ച് അതിന്റെ റീൽസ് ഉണ്ടാക്കാനും അത് ഷെയർ ചെയ്യാനും നമ്മൾ പോകേണ്ടതില്ല. വളരെ ഗൗരവത്തോടു കൂടിയാണ് പറയുന്നത്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ, അതുപോലെ തന്നെ വിവാഹ രംഗത്തുള്ള ദൂർത്തിനെതിരെ, പൊങ്ങച്ചകൾക്കെതിരെ കൃത്യമായ മഹല്ല് സംവിധാനങ്ങൾ, അതിനാണ് മഹല്ല് സംവിധാനങ്ങൾ, അതിനാണ് നാട്ടിലെ കൂട്ടായ്മകൾ, അതിനാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. എല്ലാ രംഗത്തും ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുകൾ. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അമിതമായ ചെലവുകളൊന്നുമില്ലാതെ വളരെ അല്ലാഹുവിനെ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ഒരു വിവാഹമൊക്കെ കഴിച്ചു കൂട്ടാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് കടക്കണിയില്ലാതെ മുന്നോട്ട് പോകാം. നല്ല ജീവിതം നയിക്കാൻ, സന്തോഷത്തോടു കൂടി ജീവിക്കാം. നമ്മൾ വിവാഹം ചെയ്ത് പറഞ്ഞയക്കുന്ന മക്കൾക്ക് അവർക്ക് സന്തോഷകരമായി ജീവിക്കാൻ കഴിയും. സഹോദരങ്ങളെ, അങ്ങനെ ഉള്ള അടിമകളായി നമ്മൾ മാറണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മറക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ ഒരു അടിമയെ അല്ലാഹുവിന്റെ മുമ്പിൽ കൊണ്ടുവരും, പരലോകത്ത് കൊണ്ടുവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യുഅതാലിൽ അബ്ദി യൗമൽ ഖിയാമ ഫയഖൂലു ലഹു അലം അജ്അൽ ലക സമഅൻ വബസറൻ വബലദൻ. നിനക്ക് ഞാൻ കേൾവി തന്നില്ലായിരുന്നോ? നിനക്ക് ഞാൻ കാഴ്ച തന്നില്ലായിരുന്നോ? നിനക്ക് ഞാൻ സന്തതികളെ നൽകില്ലായിരുന്നോ? കാലികളും അത്യാവശ്യം കൃഷിയും കച്ചവടം ചെയ്യാനുള്ള അല്പം ബുദ്ധിയും സാമർഥ്യമൊക്കെ തന്നില്ലായിരുന്നോ? പടച്ചവൻ ചോദിക്കും. ആ ചോദ്യം അല്ലാഹു ചോദിക്കും. അല്ലാഹു ചോദിക്കുന്ന ചോദ്യം, ജനങ്ങളുടെ നേതാവ് നിന്നെ ആക്കിയില്ലായിരുന്നോ? നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകനാക്കിയില്ലായിരുന്നോ? മഹല്ലിന്റെ ആളാക്കിയില്ലായിരുന്നോ? വലിയ ഉസ്താദാക്കിയില്ലായിരുന്നോ എന്നൊക്കെ അല്ലാഹു ചോദിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, നീ ആലോചിച്ചിരുന്നോ ഇങ്ങനൊരു ദിവസം എന്റെ മുന്നിൽ വന്നു നിൽക്കേണ്ടി വരുമെന്ന്? നീ ആലോചിച്ചിരുന്നോ? അല്ലാഹു ചോദിക്കും. ഇങ്ങനൊരു ദിനം വന്നു നിൽക്കേണ്ടി വരുമെന്ന് ചോദിക്കും. ഈ മനുഷ്യൻ പറയാണ്, പടച്ചോനെ ഫയഖൂലുല, അല്ലാഹുവേ ആ ഓർമ്മയൊന്നുമില്ല, അടിച്ചു പൊളിച്ചങ്ങനെ ജീവിക്കുമ്പോൾ, എല്ലാം മറന്നങ്ങനെ ജീവിക്കുമ്പോൾ എനിക്കങ്ങനെയുള്ള ഒരു ദിവസത്തെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. ആ മനുഷ്യൻ മറുപടി പറയും. അല്ലാഹു പറയും, ഫയഖൂലു ലഹു യൗമൽ അൻസാക കമാ തസിയതനി, അന്ന് നീ മറന്നില്ലേ? 60 കൊല്ലം 50 കൊല്ലം ഈ ദുനിയാവിൽ ജീവിച്ച് നീ പടച്ചവനെ ധിക്കരിച്ച് ജീവിച്ചില്ലേ? റബ്ബിനെ ധിക്കരിച്ച് ജീവിച്ചില്ലേ? ഇന്ന് നിന്നെ ഫയഖൂലു അൽ യൗം, ഇന്ന് ഞാൻ നിന്നെ മറക്കുകയാണ്, ഒരു പരിഗണനയും നിനക്ക് ഞാൻ തരില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു രംഗത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ ആയത്തോതി വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ വിളിച്ചു, ഖാല യാ ആയിഷ, ഓ ആയിഷ, ഇയ്യാക വമുഹഖറാത്തിദ് ദുനൂബ്, നിസ്സാരമായി കാണുന്ന, അതുപോലെ തന്നെ സാധാരണമായി കാണുന്ന ഒരു പാപത്തെയും ആയിഷ നീ ചെറുതാക്കി കാണുന്നത്. അങ്ങനെയുണ്ട്, മൈന്യൂട്ടായിട്ടുള്ള കാര്യം നമ്മൾ പറയും, അപ്പൊ നിസ്സാര കാര്യമില്ല.
അതൊക്കെ വലുതാക്കി പറയേണ്ടതുണ്ടോ? ഇത്ര ഗൗരവത്തിൽ പറയേണ്ടതുണ്ടോ? അല്ലാഹു റസൂൽ പറയും. എന്നിട്ട് റസൂൽ വിശദീകരിക്കുകയാണ്, എന്തുകൊണ്ടെന്നാൽ അല്ലാഹുവിന്റെ അടുത്ത് അതിന് വിചാരണയുണ്ടാവും. എന്തിനാണ് കല്യാണത്തെ പറ്റി പറയുന്നത്, വിവാഹത്തെ പറ്റി? ഓരോരുത്തരുടെ അടുത്ത് പണം ഉണ്ടെങ്കിൽ അവന് ഇഷ്ടം പോലെ ജീവിച്ചൂടെ, ഇഷ്ടം പോലെ കല്യാണം കഴിച്ചൂടെ, ഇഷ്ടം പോലെ ദൂർത്തടിച്ചൂടെ, ഇഷ്ടം പോലെ ജീവിച്ചൂടെ എന്ന് ചോദിക്കുന്ന ആളുകളോട് പ്രവാചകന്റെ ഒരു വചനമാണ് മുസ്ലിം ഉമ്മത്തിനോട് പറയാനുള്ളത്. ഓരോ കാര്യത്തിനും, ഈ സംസാരത്തിന് വരെ, ഈ മിമ്പറിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നതിന് വരെ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയാൻ വരുമെന്നുള്ള ബോധ്യത്തോടു കൂടി സംസാരിക്കണം. റസൂലുള്ളാഹി വിശദീകരിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ട് 5 മരുന്നുകളാണ്. മരുന്ന് വേണം, എല്ലാ അസുഖത്തിനും മരുന്ന് വേണം. ഈ ധൂർത്ത് എന്ന് പറഞ്ഞ ഒരു മാരക രോഗം, ക്യാൻസറിനേക്കാൾ മാരകമായ രോഗമാണ്. അതിന് മരുന്നുണ്ട്. മഹാന്മാര് അതിന് ഉലമാക്കൾ വിശദീകരിച്ചൊരു മരുന്ന്. ഒന്ന്, അർത്ഥബോധത്തോടുകൂടി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ. കേവലം ഊത്തുകാരാവരുത്. അതിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട്, മഴ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. രണ്ടാമത്തെ എന്താണെന്ന് പറയും, ഒഴിഞ്ഞ വയറും നിറഞ്ഞ ചിന്തയും. ജുമക്ക് മുമ്പ് നമ്മളെ വയറൊക്കെ ഒഴിഞ്ഞു തന്നെ, ജുമ കഴിഞ്ഞാലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. ഒഴിഞ്ഞ വയറും നിറഞ്ഞ ചിന്തയും, അതാണ് ഉലമാക്കൾ പറഞ്ഞത്. അത്യാവശ്യം പട്ടിണി കിടക്കുമ്പോ മനുഷ്യൻ കുറച്ചൊക്കെ വിശക്കുമ്പോ ചിന്തിക്കാൻ തുടങ്ങും. പിന്നെയോ രാത്രിയുള്ള നമസ്കാരം, തഹജ്ജുദ് നിസ്കരിക്കും. ഇപ്പം നോമ്പിലൊക്കെ നമ്മൾ നിസ്കരിക്കാറുണ്ടല്ല, അല്ലാത്ത സമയങ്ങളൊക്കെ. പക്ഷെ അതൊന്ന് പതിവാക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ നമസ്കരിക്കുക. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം, ലോകം ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അല്ലാഹുവിനോട് ദുആ ചെയ്യുക. 4ാമത്തെ കാര്യം, എല്ലാവരും ഉറങ്ങിയോ? അപ്പൊ രാത്രി ഇവിടെ വന്ന് ഇശാ നിസ്കരിക്കാനും മഗ്രിബ് നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എല്ലാവരും ഉറങ്ങിയ ശേഷം റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. പിന്നെ 5ാമത് പറഞ്ഞതെന്നറിയോ? നല്ല ആളുകളുമായി സഹവാസം. മക്കളെ ശ്രദ്ധിക്കുക, ഖലീലി, കൂട്ടുകാർ, നല്ല ആളുകളുമായിട്ടുള്ള സഹവാസം നിരന്തരമായി. നമ്മുടെ കൂട്ടുകാരാരെന്ന് ഫേസ്ബുക്ക് നോക്കിയാൽ മതി, നമ്മുടെ റീൽസുകൾ നോക്കിയാൽ മതി, നമ്മുടെ ഇൻസ്റ്റ നോക്കിയാൽ മതി. അത് നോക്കുമ്പോഴും സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടുകാർ ഖലീലി, നമ്മുടെ കൂട്ടുകാർ, നല്ല കൂട്ടുകാർ, അവരോടുള്ള സഹവാസം, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുമായിട്ടുള്ള ഇടപഴകൽ, ഇതാണ് ഒരു മുസ്ലിമിന് ഇത്തരം ദുർഗുണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഏറ്റവും നല്ല മരുന്നായി ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ല ആളുകളുടെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، يا أيها الناس أوصيكم بتقوى الله. സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും കൽപ്പനകളുമൊക്കെ ജീവിതത്തിന്റെ നിഖില സമസ്ത മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമെന്ന് സ്വയം മറക്കാതെ ഉപദേശിക്കുക. നമ്മുടെ സ്ഥിരമായി ദുആ ചെയ്യുന്ന ആളുകളാണ്. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരാണ്. ഹജ്ജിനും ഉംറയ്ക്കൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആദ്യം പറയാം, എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യാൻ. ഒരുപാട് പ്രശ്നമുണ്ട്, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറയുന്നത്. നമ്മൾ നിരന്തരം നമ്മളിത് വസിയത്ത് ചെയ്യുന്നതിന്റെ കൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കേണ്ട ചില പ്രാർത്ഥനകളുണ്ട്. അതിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അല്ലാഹുമ്മ യാ മുസല്ലിഫൽ ഖുലൂബ്, മനസ്സുകളെ മാറ്റിമറിക്കുന്ന റബ്ബേ, ഇസ്രിഫ് ഖുലൂബനാ ഇലാ ത്വാഅതിക, ഞങ്ങളുടെ മനസ്സുകളെ നിന്റെ അനുസരണത്തിൽ തന്നെ നിലനിർത്തണമേ. അനുസരണക്കേട് കാണിക്കാതെ എന്റെ മനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകണമേ. മറ്റൊരു ദുആ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവൻ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ ദീനിൽ തന്നെ സബ്ബിത്ത് എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു നിർത്തണം. ഒരു വക്കിലിരുന്ന് ആരാധിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും മുസ്ലിം ഉമ്മത്തിന് പൊതു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വൈകാരിക തലത്തിൽ ഇടപെടുക ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ആളാണ്. പക്ഷേ അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഇസ്ലാം ഒരു വൈകാരിക മതമല്ല. അങ്ങനെ ഒരു സ്പിരിച്വാലിറ്റി അങ്ങനത്തെ സമുദായത്തിന്റെ വിഷയത്തിൽ മാത്രം കാണിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് കഴിയുക. ആദ്യം സ്വന്തം ജീവിതത്തിൽ അത് പകർത്തി നൽകാൻ കഴിയണം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണം, അലാ ദീനിക അല്ലാഹുവേ,
ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണമേ. നിന്റെ ദീനിൽ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ത്വാഅതിക, അല്ലാഹുവേ നിന്നെ അനുസരിക്കുന്നതിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന നിരന്തരമായി നിർവഹിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളല്ലേ ഏറ്റവും നല്ല മുത്തഖി, നിങ്ങളല്ലേ അല്ലാഹു തിരഞ്ഞെടുത്ത പ്രവാചകൻ, നിങ്ങളല്ലേ ഈ ഉമ്മത്തിന്റെ മാതൃകാ നേതാവ്, റസൂലേ എന്താണ് നിങ്ങൾ ഇത് തന്നെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മദീന മുനവ്വറയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞൊരു വചനമുണ്ട്. ആയിഷ, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ അടിമകളുടെ ഹൃദയങ്ങൾ, ഖൽബ്, ആ ഹൃദയങ്ങൾ 2 അങ്കുലികൾക്കിടയിലാണ്. അതിങ്ങനെ 2 വിരലുകൾക്കിടയിലുള്ളത് പോലെയാണ്. ഏത് സമയത്തും അത് അങ്ങോട്ടും ഇങ്ങോട്ടുമായി പോയി. ആയിഷ, ആ ഹൃദയത്തിനൊരു വേദന വരുമ്പോഴാണ് ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ഒക്കെ ചെയ്യാൻ 3.5, 4, 5 ലക്ഷമൊക്കെ ഓരോ ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടുപോകുന്നത്. അന്നേരമാണ്, ആ സമയത്താണ് ഹൃദയത്തിന്റെ വില സമുദായമേ നമ്മൾ അറിയുന്നത്. അതൊന്നുമല്ല എന്റെ വില, അത് അതിന്റെ ഉള്ളിലേക്ക് ഒരു സ്റ്റെഡ് വെക്കുന്ന വില മാത്രമാണ്. ഈ ഹൃദയത്തിന് വലിയ വില അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ആ ഹൃദയം അല്ലാഹുവിലേക്ക് തിരിച്ചു വെക്കാൻ മുസ്ലിം ഉമ്മത്തിന് കഴിയുകയും ദൂർത്തു പൊങ്ങച്ചൊന്നും അല്ല നമ്മുടെ വലിപ്പം. നമ്മുടെ ആളുകളുടെ മുന്നിൽ ഞാനൊരു വലിയവനാണെന്ന് കാണിക്കാൻ ഞാനിവിടെ ലക്ഷങ്ങൾ പൊടിപൊടിച്ച് ദൂർത്തനായി മുബത്തിലായി ഈ വില്യാപ്പള്ളിയിൽ ജീവിക്കലല്ല ഞാൻ വലിയവൻ എന്ന് പറയുന്നത്. ഞാൻ അല്ലാഹുവിനനുസരിച്ച് അല്ലാഹു ചെയ്ത, അല്ലാഹു എനിക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത് അങ്ങനെ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയല്ലാതെ ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ എന്ന് ഖുർആൻ പറഞ്ഞ പൊങ്ങച്ചക്കാരനെയും ദുരഭിമാനിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അതിൽ ഒരു തരത്തിലും പൊങ്ങച്ചത്തിന്റെ ഒരു ലാഞ്ചനവും നല്ല വസ്ത്രം നമുക്ക് ധരിക്കുക. അല്ലാഹു റസൂലിനോട് ചോദിച്ചു, നബിയെ, ഈ അഹങ്കാരം എന്ന് പറഞ്ഞാൽ നല്ല ചെരുപ്പിടലും നല്ല ഷർട്ട് ഇടലും നല്ല വസ്ത്രം ധരിക്കലും അല്ല, വാഹനം ഉപയോഗിക്കലും അല്ല. അഹങ്കാരം എന്ന് പറയുന്നത് ഒന്ന് സത്യം നിഷേധിക്കലാണ് ഒന്നാമത്. രണ്ടാമത്തത് എല്ലാവരെയും ചെറുതായി കാണുക. ഞാനൊരു വലിയ ആളാണ്, ബാക്കിയുള്ളവരൊക്കെ ചെറുതാണ് എന്നുള്ള തോന്നൽ ഒരു മുസ്ലിം ഉമ്മത്തിലെ ഒരാളുടെ, ഒരു സമുദായത്തിലെ മെമ്പറുടെ മനസ്സിലേക്ക് എന്ന് കടന്നു വരുന്നു, അന്നവൻ അഹങ്കാരിയാണ്, മുദബ്ബിറാണ്, അവൻ അഹങ്കാരിയാണ്, അവൻ മുഖ്താലൻ ഫഖൂറ. അല്ലാഹു പരിഗണിക്കൂല, ലോകത്താര് പരിഗണിച്ചാലും അല്ലാഹു പരിഗണിക്കൂല. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇന്ന് നമ്മളുടെ വ്യക്തിത്വമൊക്കെ കളങ്കമാക്കാൻ എല്ലാ അർത്ഥത്തിലും സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അയക്കുന്ന മെസ്സേജുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അന്യ സ്ത്രീകളുമായൊക്കെ ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഒരതിർവരമ്പ് വെച്ചിട്ട് മുസ്ലിം സംസാരിക്കാനും ഇടപെടാനൊക്കെ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അപമാനത്തിന്റെ പടുകുഴിയിലേക്ക് എത്ര വലിയ മനുഷ്യന്മാരായാലും അല്ലാഹു ഈ ദുനിയാവിൽ നിന്ന് തള്ളിയിടുമെന്നുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഓരോന്നുമുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി ജാഗ്രതയോടുകൂടി ആയിരിക്കണം മുസ്ലിം ഉമ്മത്ത് മുന്നോട്ട് പോകേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവിധ ദൂർത്തുകളിൽ നിന്നും പൊങ്ങച്ചങ്ങളിൽ നിന്നും നമ്മെ, നമ്മുടെ മനസ്സിലെ, നമ്മുടെ വീട്ടിലുള്ള ആവശ്യങ്ങളിലൊക്കെ മുക്തരാവാൻ അല്ലാഹു നമുക്കും കുടുംബത്തിനുമൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ പള്ളിയുടെ പരിപാലനത്തിന്റെ സ്വതക്ക സ്വീകരിക്കുന്ന ദിവസമാണ്. നിങ്ങൾ എല്ലാവരും കഴിവിന്റെ പരമാവധി അതിൽ പങ്കാളികളാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് സഹോദരങ്ങൾ, ഇന്നലെ ഒരു സഹോദരൻ മരണപ്പെട്ടു. ഒരുപാട് നമ്മുടെ കൂട്ടുകാരായിട്ടുള്ളവർ, ബന്ധുക്കൾ, മാതാപിതാക്കളൊക്കെ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോവുകയാണ്. അല്ലാഹു അവർക്ക് മഅ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായ ആളുകളുണ്ട്, അല്ലാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കൾ പരീക്ഷ എഴുതുകയാണ്, അവർ പഠിക്കുന്നത് എന്താണ്, പഠിച്ചത് എന്താണെന്ന് അവർ കുറിച്ചു വെക്കുകയാണ്. നമ്മളെ മക്കൾ പഠിക്കുമ്പോഴും നാഫിയായ ഇൽമുകൾ അത് സ്വായത്തമാക്കാനും അതിനനുസരിച്ച് പഠിക്കാനും പരീക്ഷ എഴുതാനും ഒരു ക്യാമ്പസിൽ, സ്കൂളിൽ ഏറ്റവും നല്ല മാതൃകാ വിദ്യാർത്ഥികളായി വളരാനും നമ്മുടെ മക്കൾക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കുടുംബപരമായ പ്രശ്നങ്ങളുള്ളവരുണ്ട്. അല്ലാഹു അവരുടെ പ്രശ്നങ്ങളെല്ലാം ദൂരീകരിച്ച് അവർക്ക് മനസ്സിന് സമാധാനവും ഖൈറും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا والدينا من النار. ربنا اغفر لنا ولإخواننا سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.